റിവീൽഡ് മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വചനം മത്തായിയുടെ സുവിശേഷം 10:41. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. എന്താണ് ആ വചനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വേറെടുത്ത് പറയുന്ന പ്രവാചകൻ എന്ന് വെച്ച് ഒരു ഗ്ലാസ് തണ്ണീര് കൊടുത്താൽ, നീതിമാൻ എന്ന് വെച്ച് കൊടുത്താൽ പ്രതിഫലം ഇവിടെയും കിട്ടാതെ പോകില്ല, വരുവാനുള്ള ലോകത്തിലും കിട്ടാതെ പോകില്ല. കാരണം അത് മാന്യതയാണ്. നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ എലീശയുടെ കാലത്ത് ഒരു ശൂന്യകാരത്തെ സ്ത്രീ ഭവനത്തിൻ്റെ മുമ്പിലൂടെ കടന്ന ഒരു മനുഷ്യനെ നോക്കൊണ്ട് പറഞ്ഞു, അവനൊരു വിശുദ്ധനാണെന്നോ. നമുക്കിവൻ അവിടെ മാളിക മുറിയൊരുക്കുക. അങ്ങനെയാണ് അവിടെ പ്രശ്നത്തിന് സ്വർഗം പരിഹാരം കൊടുക്കുകയാണ്. ഇവിടെ എന്താണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രവാചകൻ എന്ന് വെച്ച് ഒരു ദൈവിക അഭിഷിക്തൻ എന്ന് വെച്ച് അവരെ ഓണർ ചെയ്യുമ്പോൾ അവർക്ക് ദൈവവുമായുള്ള ബന്ധത്തിലൂടെ അവർക്ക് ലഭിക്കുന്ന അഭിഷേകവും സാന്നിധ്യത്തിനെല്ലാം ആക്ച്വലി വി ആർ ഗോയിങ് ടു ബി എ പാർട്ടേക്കർ ഓഫ് ദെയർ ബ്ലെസ്സിങ്സ്. നമ്മൾ അവരുടെ അനുഗ്രഹത്തിന് പാത്രീഭാവമാകുകയാണ്. അത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കല്ലെറിയുകയാണ്, അപമാനിക്കുകയാണ്, നഗ്നതകൾ വിളിച്ചു പറഞ്ഞ് ധാരാളം ലൈക്കും ഷെയറും കിട്ടത്തക്കവണ്ണം കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നാൽ നാം മനസ്സിലാക്കണം, നാം ബഹുമാനിക്കുന്നു. ഒരു കർത്താവിൻ്റെ ദാസനെ, ഒരു ദാസിയെ നാം ബഹുമാനിക്കുമ്പോൾ അവർക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന മാന്യത നമുക്ക് ലഭിക്കുകയാണ്. ആ പ്രവാചകൻ, അവിടെ കർത്താവ് പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ പ്രവാചകൻ എന്തുമാത്രം പ്രതിഫലം ലഭിക്കുമോ ആ പ്രതിഫലം മുഴുവൻ ആ പ്രവാചകനെ ഓണർ ചെയ്യുമ്പോൾ ലഭിക്കുക. നമുക്കറിയാം, ഏലിയാവിനെ പിന്തുടരുന്ന എലീശ അല്ലേ, പലപ്പോൾ പറയുന്നുണ്ട്, എന്നെ ദൈവം ഇന്നിടത്തേക്ക് അയക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്നാണ് യഹോവയാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് പിന്തുടരുന്ന എലീശ. നമുക്കറിയാം, താന് യോർദാൻ കടക്കുമ്പോൾ ഏലിയാവ് ചോദിക്കുന്നു, ഞാൻ എന്താ നിനക്ക് ചെയ്തു തരട്ടെ? നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പാങ്ക്. ആ പിന്തുടരുന്നവന് കൊടുക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടിപ്പാങ്കാണ്. അപ്പോൾ നാം അവരെ ഓണർ ചെയ്യുക. അയാൾ ദൈവദാസനാണ്. തെറ്റുകളുണ്ടെങ്കിൽ ദൈവം അയാളോട് ചോദിക്കും, എനിക്ക് പറയാൻ റൈറ്റ് എനിക്ക് തന്നിട്ടില്ല റൈറ്റ് അല്ല, അദ്ദേഹം തെറ്റ് പിന്തുടരുന്നെങ്കിൽ എനിക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പേഴ്സണലി അദ്ദേഹത്തെ കാണുവോ, അദ്ദേഹം സംസാരിച്ച് തിരുത്താൻ, ഇതൊക്കെയാണ് ദൈവം നമ്മളെ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ ഒരു സാഹചര്യങ്ങളിലൂടെയല്ല നമ്മൾ കടന്നു പോകുന്നു. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ സത്യം നാം മനസ്സിലാക്കണം. നീതിമാൻ എന്ന് വെച്ച്, ദൈവപുരുഷൻ എന്ന് വെച്ച്, ദൈവത്തിൻ്റെ ആത്മാവിൽ നടക്കുന്ന ഒരു മനുഷ്യൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നുള്ള ലെവലിൽ നാം ഓണർ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന എല്ലാ പ്രതിഫലവും നമ്മളിൽ മാത്രം ഒതുങ്ങത്തില്ല, നമ്മളിലൂടെ, നമ്മുടെ തലമുറകളിലൂടെ. അതാ യശയ്യാവ് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ മേൽ പകർന്ന ആത്മാവും നിൻ്റെ വായിൽ ഞാൻ നൽകിയിരിക്കുന്ന എൻ്റെ വചനവും നിൻ്റെ മേൽ, നിൻ്റെ സന്തതിയുടെ മേൽ മാറിപ്പോകത്തില്ല. നമുക്കതുകൊണ്ട് അവരെ ഓണർ ചെയ്യാം, ഞാൻ ബഹുമാനി. എങ്ങനെ നമുക്ക് ഓണർ ചെയ്യാൻ കഴിയുന്നത്? ആ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ. ഇന്നതെല്ലാം മാറിയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നാം ഓണർ ചെയ്യുമ്പോൾ ആക്ച്വലി സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം ലഭിക്കുന്നത് മാത്രമല്ല, ഇവിടെയും വരുവാനുള്ള ലോകത്തോട്. പത്രോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എല്ലാം വിട്ടിറങ്ങി ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? ഉടനെ കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ വെച്ച് ഉപദ്രവങ്ങളിലൂടെ 100 മടങ്ങ് വരുവാനുള്ള ലോകത്തിൽ ലഭിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവിക പുരുഷന്മാരെ, ദേവദാസന്മാരെ, ശിഷ്യ അനുഭവിക്കുന്നവരെ നമുക്ക് ബഹുമാനിക്കാം. അപ്പൻ്റെ നഗ്നത കണ്ട് വിളിച്ചു പറഞ്ഞ ആ സഹോദരനെ പറ്റി പറഞ്ഞുകൊണ്ട്, നീ അധമൻ, നീ ശമിക്കപ്പെട്ടവൻ കനാൻ. എന്നാൽ നഗ്നതകൾ, ബലഹീനതകൾ, കുറവുകൾ മറച്ചുകൊണ്ട് ദൈവസഭയെ, ദൈവസാന്നിധി, കർത്താവിൻ്റെ ശരീരത്തെ നമുക്ക് മറച്ചുകൊണ്ട് മുന്നേറാം. ദൈവരാജ്യത്തിന് കെട്ടുപടിക്കൂടെ നിൽക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.